ഓബിയേ അപ്പം നാളെ നീ വല്ല കമ്പി ഇടാൻ പോവല്ലേ? അപ്പോൾ ഒരു ദിവസം ഒരു ബ്രേക്ക് ഉണ്ടാവും. ബ്രേക്ക് വരും, മിക്കവാറും നാളെ വരാൻ ചാൻസ് ഇല്ല. വരാൻ നോക്കാം, മാക്സിമം വീഡിയോ ചെയ്യാൻ നോക്കാം. അതെ അതെ, നമുക്ക് തുടങ്ങിയാൽ നമുക്ക് പറഞ്ഞ പോലെ ഇത് MR എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ TV വരുന്നത് 43 ഇഞ്ച്. 43 ഇഞ്ചോ? എത്ര രൂപ? 12 രൂപയ്ക്ക് വരാം. 12 രൂപയ്ക്ക് കൊടുക്കുമോ? പിന്നെ TV കാണിച്ചാലോ? TV വരുന്നത് ഇത് ആൻഡ്രോയിഡ് ബേസ് ഗൂഗിൾ TV എന്ന് പറയുന്നത്. ഇത് ബേസ് ഗൂഗിൾ TV വരുന്നത്, ബേസിൽ ഗൂഗിൾ TV വരുന്നത്. പിന്നെ മീഡിയ ആപ്സ് മാത്രം സപ്പോർട്ട് ആകുന്ന ഒരു ഗൂഗിൾ TV. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആപ്സ് എല്ലാം ഇത് സപ്പോർട്ട് ആവുന്നതാണ്. ഗെയിമിംഗ് മോഡൊന്നുമല്ല, അത്യാവശ്യം നോർമൽ യൂസേജിന് പറ്റിയ മോഡലാണ് വരുന്നത്. അതെ അതെ അതെ. പിന്നെ നമുക്കൊരു 43 ഇഞ്ചിൻ്റെ ഒരു TV ഒരു വീട്ടിലോട്ട് വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ വലിയൊരു സ്ക്രീൻ വേണം, അത്യാവശ്യം സീരിയലും സിനിമയും ഒക്കെ കാണണമെങ്കിൽ പറ്റും. പിന്നെ മാത്രമല്ല ഇത് ഫ്രെയിംലെസ് വരുന്നത്. ഫ്രെയിംലെസ് അല്ലേ? TV വരുന്നത്. ആണോ? ഇത്ര ഉള്ള സൈസ് വരുന്നത്. തീരെ സ്ലിമ്മല്ലേ? തീരെ സ്ലിമ്മാണ്. ഫ്രെയിംലെസ് വരുന്നതുകൊണ്ട് ഇവിടെ എഡ്ജ് കാര്യങ്ങൾ വരുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ പാനലാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പാനലാണ് വരുന്നത്. ക്വാളിറ്റി ഉള്ള ഹാർഡ് പാനലാണ് വരുന്നത്. ഹാർഡ് പാനൽ പോലെ ഹാർഡ് പാനൽ വരും. ഹാർഡ് പാനലായതുകൊണ്ട് തന്നെ തട്ടിയാലൊന്നും മറ്റേ ആ ഒരു ലൈറ്റ് എഫക്റ്റ് ഒന്നും വരുന്നില്ലല്ലേ? ലിക്വിഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. ഹാർഡ് പാനലായതുകൊണ്ട് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും അല്ലേ? രണ്ട് ലിക്വിഡ് പാനലാണെങ്കിൽ കുഴപ്പമില്ല, ഹാർഡ് പാനലാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. രണ്ടായാലും ലാസ്റ്റ് ചെയ്യും. കാരണം സോണിയുടെ വരുന്നത് ഞാൻ ഹാർഡ് പാനലാണ് വരുന്നത്. സാംസങ് LG വരുമ്പോൾ ലിക്വിഡ് പാനൽ വരും. പിന്നെ ഇനിയിപ്പം എന്തായിരുന്നു ഇതിനകത്ത് പറയാനുള്ളത്? വേറൊന്നും പറയാനില്ല. പിന്നെ ആപ്സ് എന്തൊക്കെയാണുള്ളത്? ആപ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് ആപ്സ് മാത്രമേ സപ്പോർട്ട് ആകത്തുള്ളൂ. ഇത് ആപ്പ് സ്റ്റോർ എന്ന് വന്നിട്ടുണ്ട്. ആപ്പ് സ്റ്റോർ ഇതിനകത്താണ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ആപ്സ് സപ്പോർട്ട് ആകും. ഗൂഗിൾ TV ബേസ് ഗൂഗിൾ TV ആയതുകൊണ്ട് തന്നെ. ഓക്കെ. അല്ല അടിപൊളി റിവ്യൂ അല്ലടാ ഇത്? 12 രൂപയ്ക്ക് അത്യാവശ്യം വർത്താണ്. 12,000 രൂപയ്ക്ക് ഇത് ലാഭമാണ്. കാരണം വെച്ചാൽ 12,000 രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു TV കിട്ടത്തില്ല. ഒരു 32 ഇഞ്ചിൻ്റെ ഒക്കെ TV നമുക്കൊരു 12,000 രൂപയ്ക്ക് കിട്ടും. ആ സമയത്താണ് നമുക്ക് 43 ഇഞ്ചിൻ്റെ ഒരു TV, അതും 12,000 രൂപയ്ക്ക്. 13 രൂപയ്ക്ക് കുറച്ചുകൂടെ നല്ല TV ആണ്, അത് കൊടുക്കാം. ഏതാടാ? ഈ ഗാഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ വേണം ചെയ്യാൻ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്തിരിക്കാം. ഇതല്ലേ TV? ഓക്കെ. ഇതാണ് ഗാഡ്സോൺ എന്ന് പറഞ്ഞ TV ആണിത്. അപ്പം ഇതിൻ്റെ ഇതും സ്ലിം സീരീസ് ആണ്. അതെ. ഇത് ഇതിനേക്കാളും കുറച്ചുകൂടെ സ്പെക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെങ്ത് ഓവറായി പോകും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതലായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എബോട്ടിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ലിങ്ക് ഇട്ടേക്കാം. അതെ. അപ്പോൾ ഗോപി, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വീഡിയോ ചോദിച്ചായിരുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യണോ. അപ്പോൾ ആരും അങ്ങനെ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വ്യൂ ഇല്ല കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിയാക്ഷൻ ചെയ്യണോ വേണ്ടയോ എന്ന്. ഓക്കെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മൾ അതിൻ്റെ മോഡൽ പറഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ? മോഡൽ എന്ന് പറഞ്ഞാൽ MR ക്രെറ്റ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിന് വരുന്നത്. ക്രെറ്റ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആ വീഡിയോ പോയി എല്ലാവരും കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.